നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ഉള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് ഞാനിവിടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാണ്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് റിവ്യൂ ചാനലിലുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തതായിട്ട് പ്രൈമറായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫേസ് പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മാറ്റിഫൈങ് പ്രൈമറാണ്. ഓയിലി ഫേസുകാർക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ഓയിലാണ്, മുഖത്ത് അധികമായിട്ടുള്ള എണ്ണമയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും മേക്കപ്പ് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് പ്രൈമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ ഒരു ടീ സോൺ ഏരിയയിലാണ് അധികമായിട്ട് ഓയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ അവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഐബ്രോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഐബ്രോ പൗഡറാണ്. അപ്പോൾ നിങ്ങളെ പുരികം ഏത് കളറാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഐബ്രോ പൗഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐബ്രോ പൗഡേഴ്സ് ബ്ലാക്ക്, ഗ്രേ, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ഇങ്ങനെ പല ഷെയ്ഡ്സിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐബ്രോസ് ഏത് കളറിലാണോ കൂടുതലായിട്ട് മാച്ച് ആയിട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഐബ്രോസിൻ്റെ പൗഡറും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ പെൻസിലാണെങ്കിൽ പോലും പെൻസിലും ബ്രൗൺ, ഗ്രേ, ബ്ലാക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എവിടേക്കാണ് ഗ്യാപ്പ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സ്പൂളിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് ലൈൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഐബ്രോസ് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഐ മേക്കപ്പാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കൺസീലറാണ്. ഇതെനിക്ക് നല്ല ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ എന്തായാലും ഫേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് ഐലിഡ്സിൽ കണ്ണിൻ്റെ മേലെ ഐ ഷാഡോ ഇടുന്നതിന് മുന്നായിട്ട് ഉപയോഗിക്കുകയാണ്. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ചിലവർക്ക് ആ ഐലിഡിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഞരമ്പ് ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐ ഷാഡോ ഇടുമ്പം ഏത് കളറാണോ ഇടുന്നത് ആ കളർ നമുക്ക് എക്സാക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പൗഡർ വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ട് ക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. കോമ്പാക്ട് പൗഡറോ ലൂസ് പൗഡർ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മെബലിൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡർ ഷെയ്ഡ് 25 ആണ്. ഐ ഷാഡോ പാലറ്റായിട്ട് ഞാനിവിടെ മോർഫയുടെ ജാക്ലിൻ ഹിൽ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യുന്ന കളർ എപ്പോഴും നിങ്ങളെ സ്കിൻ കളറുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡായിരിക്കണം. വല്ലാതെ ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ കണ്ണിന് കുറച്ചും കൂടി വലുപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഐലിഡിൻ്റെ ആ ഒരു സ്പേസ് കുറച്ച് അധികമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുകയാണ്. അത് ഞാൻ കണ്ണിൻ്റെ പുറം ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അവിടെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇത് പുറം ഭാഗത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കുറച്ച് മാത്രം കണ്ണിൻ്റെ പകുതി ഭാഗത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ട് അവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളാണ്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്ന കളറ്. ഒറ്റയടിക്ക് തന്നെ ഒരുപാട് കളർ എടുത്ത് അപ്ലൈ ചെയ്യരുത്. കുറേശ്ശെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കളറ് ബിൽഡ് ചെയ്തിട്ട് വരാം. അടുത്തതായിട്ട് ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ലാസ്റ്റത്തെ പുറം ഭാഗത്ത് അപ്ലൈ ചെയ്ത് അവിടെ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം കുറച്ചും കൂടി എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡാർക്ക് കളറ് അവസാനമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അധികമായിട്ട് ഡാർക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. എനിക്ക് വല്ലാണ്ട് ഡാർക്കായിട്ട് വേണ്ട, അതുകൊണ്ടാണ് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്രകാരം ഇത് മാറ്റാം. ബ്ലാക്ക് കൊടുത്താൽ കുറച്ചും കൂടി ഒരു സ്മോക്കി ആയി ഒരു ലുക്ക് വരും.
ബ്രൗൺ കൊടുത്താൽ കുറച്ചും കൂടി സട്ടിലായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐ ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഹാഷ് ലൈൻ അവിടെ ഉണ്ടാവും. ഇനി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്ലീൻ ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമുക്കത് ഒരു ചെറിയൊരു ലൈന് കാണണം, ഉള്ളിൽ വരെ ഇന്നർ കോർണർ വരെ ചെറിയൊരു ലൈന് കാണണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഈ ഷിമ്മർ ഷെയ്ഡ് എടുക്കുകയാണ്. ഇതൊരു ഓറഞ്ച് ഷിമ്മർ ഷെയ്ഡാണ്. അത് ഞാൻ കൈവിരലുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കൈൻ്റെ വിരൽ വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഷിമ്മർ ഷെയ്ഡിൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ നമുക്ക് കിട്ടുക. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പം അത്ര തന്നെ എടുത്ത് കാണില്ല. അപ്പോൾ അതിനും കൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഗോൾഡ് ഷെയ്ഡ് വേണമെങ്കിൽ, ഗോൾഡ് ഷിമ്മർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അത് കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഒരു ഗ്ലിറ്റർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ഷാമ്പയിൻ ഷെയ്ഡ് അതിൻ്റെ മേലെയായിട്ട് കൊടുക്കുകയാണ്. അത് അധികമായിട്ട് അപ്ലൈ ചെയ്യില്ല, ജസ്റ്റ് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയും കണ്ണ് ഒന്ന് എന്താ പറയുക, ആ തിളക്കം കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണും ലൈറ്റ് അടിക്കുമ്പോൾ. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്താം കേട്ടോ. കളേഴ്സൊക്കെ നിങ്ങളെ ചോയ്സാണ്. അപ്പോൾ ഉള്ളിലെ ഭാഗത്തേക്ക് നമ്മൾ കൈവിരൽ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ എത്തില്ല. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് മാത്രം ഒരു ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പം ടൈം എടുക്കും, എനിക്കറിയാം. അപ്പം ടൈം എടുത്ത് തന്നെ ചെയ്യണം, അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയി നമ്മൾ ഐ മേക്കപ്പ്. ലാസ്റ്റായിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഐലൈനർ. ഇത് എസെൻസിൻ്റെ ഐലൈനറാണ്. നല്ലൊരു അടിപൊളി ഐലൈനറാണ്. എനിക്കിൻ്റെ ആപ്ലിക്കേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല നീളമായിട്ട് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എസ്പെഷ്യലി വിങ് ഐലൈനറൊക്കെ. അപ്പോൾ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും ഞാൻ. ഇത് എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രൈസും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആദ്യമായിട്ട് ഞാൻ ഡാർക്ക് സർക്കിൾ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് LA Girl Pro കൺസീലിൻ്റെ പ്യോർ ബേജ് എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് അത് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് ഡാർക്ക് സർക്കിൾ. ഇതൊരു എന്താ പറയുക, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഡാർക്ക് സർക്കിൾ പെട്ടെന്നായിട്ട് മറയും. നമ്മൾ സാധാരണ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളർ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഓറഞ്ചിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിളൊക്കെ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല. വല്ല പാടുകളോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു കൺസീലർ ഫസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആ സമയത്ത്. ബാക്കിയുള്ള പ്രോഡക്റ്റ് ഞാൻ മൂക്കിൻ്റെ ഭാഗത്തും ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ബ്രഷിൽ എന്താ ഉണ്ടായിരുന്നത് അത്. അടുത്തതായിട്ട് Maybelline സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ സ്കിൻ ടോണും ആയിട്ട് നല്ല സാമ്യമുള്ള അടുത്ത് നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡാണ്. ഇത് ഒരു നല്ല ഫൗണ്ടേഷനാണ്. 24 hours ഫുൾ കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. കേക്ക് ആവില്ല നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുമ്പോഴും. നല്ലൊരു ഫൗണ്ടേഷനാണ്. ഞാൻ നന്നായിട്ട് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയാണിത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Maybelline Fit മീൻ്റെ ലൂസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കണ്ണിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഫൗണ്ടേഷൻ ക്രീസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ക്രീസ് ചെയ്യും. അടുത്തതായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തുള്ള വാട്ടർ ലൈനിലായിട്ട് ഞാൻ കാജൽ അപ്ലൈ ചെയ്യാണ്. ഇത് വേഗയുടെ കാജലാണ് കേട്ടോ. നല്ലൊരു കാജലാണ്. ഭയങ്കര വാവ് എന്നൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു കാജൽ പെൻസിലാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാജൽ പെൻസിലാണ്. അപ്ലൈ ചെയ്യാൻ മറ്റുള്ള കാജലൊക്കെ പോലെ തന്നെ നന്നായിട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ കണ്ണിൻ്റെ മേലെ ഒരു ബ്രൗൺ കളർ, അതേ കളർ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ LA Girlൻ്റെ ഈ ഒരു ഇത് കോണ്ടോർ പൗഡർ അല്ല, ആക്ച്വലി ഒരു കോമ്പാക്ട് പൗഡറാണ്, ഡാർക്ക് ഷെയ്ഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണുകാർക്ക് പറ്റിയൊരു കോണ്ടോർ പൗഡറാണ്. ബ്ലഷായിട്ട് ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു
പീച്ച് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഐ മേക്കപ്പിൻ്റെ അതേ കളറുള്ളൊരു ബ്ലഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്ലഷ് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബ്ലഷ് കുറച്ച് ഡാർക്കായാലും കുഴപ്പമൊന്നുമില്ല, കാര്യം ഐ മേക്കപ്പ് അത്ര വലിയ ബോൾഡൊന്നും അല്ലല്ലോ. അവസാനമായിട്ട് ഹൈലൈറ്റർ, ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. ഒരു അടിപൊളി ഹൈലൈറ്ററാണ്. ഞാൻ വല്ലാണ്ട് എല്ലാവർക്കും റിക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹൈലൈറ്ററാണ്, പ്രഷ്യസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഹൈലൈറ്റർ ഇട്ട് എന്ന് തോന്നിക്കാത്ത, അങ്ങനെ എടുത്ത് കാണിക്കാത്തൊരു ഹൈലൈറ്ററാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്ലോ നമ്മളെ സ്കിന്നിലുള്ള ഒരു ഗ്ലോ പോലെ കാണിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. അപ്പം എല്ലാവരും ഒന്ന് ഹൈലൈറ്റർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെക്ക് ചെയ്യാം. സെയിം ഹൈലൈറ്റർ തന്നെ വെച്ചിട്ട് ഞാൻ ഐബ്രോവിൻ്റെ ബ്രോ ബോണും കൂടി ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണും പുരുകവും തമ്മിലുള്ള അകലം കുറച്ച് അധികം ഉള്ളതുപോലെ തോന്നിപ്പിക്കും. പിന്നെ കണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ, ഉൾഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇന്നർ കോർണറിലായിട്ട് അപ്ലൈ ചെയ്യുമ്പം കണ്ണുകൾ തമ്മിലുള്ള അകലവും അധികമായിട്ട് തോന്നിക്കും. ഓക്കെ, പിന്നെ അവസാനമായിട്ട് ലിപ്സ്റ്റിക്ക് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പേ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ.